നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ. സ്ഥലം കാഞ്ഞിരംകുളം. എൻ്റെ കാഞ്ഞിരംകുളത്തുള്ള ഒരുപാട് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് നെയ്യാറ്റിങ്കര ഗവൺമെൻറ് ആശുപത്രി. അപ്പോൾ നല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലൊക്കെ നല്ല ഡോക്ടർമാരുണ്ട്. അവരോടല്ല, കാരണം നല്ല ഡോക്ടർമാരുണ്ട്. നെയ്യാറ്റിങ്കരയിൽ ഈ കുത്തിവെച്ച് മരിച്ച ആ ഡോക്ടറോട്, എടാ അഴുക്കത്തായോളി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെപ്പോലുള്ള പരമനാറികളായ ഡോക്ടർമാർ വീണ്ടും വീണ്ടും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഈ കുത്തിവെച്ച് കൊല്ലുന്നതിന് കാരണം അതെന്നറിയാമോ? അഴുക്കത്തായോളി, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് നീ എന്ന് ഒരിക്കലും ശിക്ഷിക്കില്ല എന്ന്. കാരണം ആദ്യം ഇതുപോലെ സംഭവിച്ച ഡോക്ടറെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ച് ജയിലിൽ കിടത്തി ശിക്ഷിച്ചിരുന്നുവെങ്കിൽ നിന്നെപ്പോലുള്ള അഴുക്ക തള്ളയോളികൾ ഇതേപോലുള്ള ദുഷ്ടതരങ്ങൾ ചെയ്യില്ല. എടാ തായോളി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ നികുതി പണമാണ് നിനക്ക് മാസത്തോറും തരുന്ന ശമ്പളം. ആ കൃഷ്ണ എന്ന ആ കുഞ്ഞിൻ്റെ ഭർത്താവിൻ്റെ കണ്ണുനീര് നീ കണ്ടോടാ തള്ളയോളി. ആ കുഞ്ഞിൻ്റെ കണ്ണുനീര് നീ കണ്ടോടാ തള്ളയോളി. എന്നിട്ടും നീ വീണ്ടും നിൻ്റെ സംഘടനയുടെ ബലത്തിൽ, നിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നീ വീണ്ടും ഇത് ഞങ്ങളെ തെറ്റല്ലെന്ന് പറയാം. പിന്നെ ആരുടെ തെറ്റാടാ അഴുക്കത്തായോളി? ഹോസ്പിറ്റലിൽ വരുന്ന ഞങ്ങളെ തെറ്റാടാ അഴുക്കത്തായോളി? ഞങ്ങളാടാ കുത്തിവെക്കുന്നത്, ഞങ്ങളാടാ മരുന്നെടുത്ത് കുത്തിവെക്കുന്നത്. ഞങ്ങൾക്കത് അറിയാമെങ്കിൽ തള്ളയോളി നിൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ടാടാ അഴുക്കത്തായോളി. എടാ, നിന്നെയൊന്നും ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? റോഡ് ഉപരോധിക്കലോ അല്ലെങ്കിൽ ബോഡി ആ കൃഷ്ണ എന്ന ആ കുഞ്ഞിൻ്റെ ബോഡി കൊണ്ടുവന്ന് റോഡ് ഉപരോധിക്കുന്നത് അല്ലെന്നല്ലടാ തള്ളയോളി ചെയ്യേണ്ടതാ. പെട്രോളും കൊണ്ടുവന്ന് നിന്നങ്ങ് കത്തിക്കണം. അപ്പോഴേ നിനക്ക് മനസ്സിലാവും. അല്ലെ നിൻ്റെ പെണ്ണുമ്പിള്ളയില്ലേ കത്തിക്കണം. അപ്പോഴേ ഭാര്യ മരിച്ചതിൻ്റെ പ്രയാസം നിനക്ക് മനസ്സിലാവും തള്ളയോളി. ഇന്നലെ വാർത്തയിൽ ആ കൃഷ്ണ എന്ന ആ കുഞ്ഞിൻ്റെ ഭർത്താവിൻ്റെ കണ്ണുനീര്, അവൻ്റെ കണ്ണീന്ന് വന്ന കണ്ണുനീര്, ആ കണ്ണുനീര് സത്യമാണെങ്കിൽ അഴുക്ക തള്ളയോളി നീ അനുഭവിക്കും. നീ നിൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കും. തള്ളയോളി, ആദ്യം ഇതേപോലെ ചെയ്ത നിന്നെപ്പോലുള്ള കെട്ട തള്ളയോളി ഡോക്ടർമാരെ നിയമത്തിൻ്റെ മുമ്പിൽ ഈ പോലീസുകാർ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, എടാ, ഈ പോലീസുകാരന്മാർ ജീവിക്കാൻ വേണ്ടി പറ്റിക്കുന്ന പാവപ്പെട്ടവരെ മാത്രമേ ഈ തള്ളയോളി പോലീസുകാരന്മാർ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കൂ. ആ സമയത്ത് റിമാൻഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പോലീസുകാരുടെ ഒരു സന്തോഷം കാണണം. നിന്നെപ്പോലുള്ള കെട്ട തള്ളയോളികൾ അന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കൃഷ്ണ എന്ന എൻ്റെ ഈ പ്രിയ സഹോദരിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല അഴുക്കത്തായോളി. പക്ഷെ നീ ഒരു കാര്യം ഓർത്തു, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ നികുതി പണമാണ് നിൻ്റെ ശമ്പളം. നീ നിൻ്റെ ഭാര്യയും മക്കളും തിന്നുന്നത്. ആ തിന്നുന്ന ആഹാരത്തിന് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ തള്ളയോളി നീ ഇത് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഞാനായിരുന്നെങ്കിൽ തള്ളയോളി പെട്രോളും കൊണ്ടുവന്ന് നിന്നെ അങ്ങ് കത്തിച്ച് കളയുമായിരുന്നു. അത്രയും ഞാൻ ചെയ്യുള്ളൂ. കാരണം നിന്നെപ്പോലുള്ള കെട്ട തള്ളയോളി ഡോക്ടർമാരൊന്നും ജീവിക്കാൻ പാടില്ല അഴുക്കത്തായോളികളെ. നെയ്യാറ്റിങ്കര ഗവൺമെൻറ് ആശുപത്രിയിൽ കുറേ ഗുണ്ടകൾ, സെക്യൂരിറ്റി എന്നും പറഞ്ഞ് കുറേ ഗുണ്ട തള്ളയോളികളുണ്ട്. ഇവനെയൊക്കെ വീട്ടിൽ കയറി നല്ല പയ്യന്മാർ തള്ളയോളി നിനക്കൊക്കെ വീട്ടിൽ കയറി പണി തരുമ്പോഴേ നീയൊക്കെ അനുഭവിക്കണം. തള്ളയോളി ഡോക്ടറെ, ആ മരിച്ച കൃഷ്ണ എന്ന ആത്മാവ്, ആ കൊച്ചിൻ്റെ ആത്മാവ് സത്യത്തിൽ കരയാണ് തള്ളയോളി. നീ എഴുതി വച്ചു. ഈശോയുടെ മാതാവിൻ്റെ അത്ഭുതകരത്താലാണ് ഞാൻ പറയുന്നത്. നിൻ്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെടുമ്പോഴേ നിനക്ക് അതിൻ്റെ വേദന മനസ്സിലാവും അഴുക്ക തള്ളയോളി.